യദുവിൻ്റെ അച്ചമ്മാസ് എന്ന വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുറേ നാൾ ഞാൻ വീഡിയോ ഇടാതിരുന്നു. കാരണം സുഖമില്ലാത്തതിനാലാണ്. ഒരു പനിയായിരുന്നു. ആ പനി വന്നതിന് ശേഷം കൗണ്ട് വല്ലാതെ കുറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിലും കിടക്കേണ്ടി വന്നു. ഇപ്പോൾ നല്ല സുഖമായി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ തിരിച്ച് വരണേ എന്ന് ഒത്തിരി പേർ എന്നെ നിർബന്ധിച്ചു. അതെല്ലാം എനിക്കൊരു പ്രചോദനമായി മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നത് അറിയാം. ഇനി ജയ വെറൈറ്റി ബോക്സിലെ ജയ പറഞ്ഞു, ചേച്ചിക്ക് തീർച്ചയായും ഇനിയും വീഡിയോ ഇടാൻ കഴിയുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയുമായിരുന്നു. ഇത് ഞാനിപ്പോൾ ഒരു തേങ്ങ വറുക്കുകയാണ് ഒരു തീയലിന് വേണ്ടി. സവാളയും പച്ചമുളകും മാത്രമുള്ള തീയൽ. ചോറ് തിളപ്പിച്ച് അതിനകത്ത് വെച്ച് കഴിഞ്ഞു. പിന്നീട് ഒരു പയർ തോരൻ ഊണിന് വേണ്ടി റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഈ തീയൽ വറുത്തൊരു തീയൽ കൂടി റെഡിയാക്കണം. ഇന്നലത്തെ മീനുണ്ട്, നാരങ്ങാച്ചാറും തൈരും ഒക്കെ ഉണ്ട്. ഈ തേങ്ങ വറുക്കുമ്പോൾ അതിലൂടെ ഒരു നുള്ളു ജീരകവും ഒരു നുള്ളു ഉലുവയും കൂടി ചേർത്താൽ തീയൽ നല്ല ടേസ്റ്റായിരിക്കും. വറുക്കുമ്പോൾ തന്നെ ലേശം വാളംപുളിയും കൂടെ തേങ്ങയോടൊപ്പം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നല്ല ചുവന്നതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കും. സവാളയും പച്ചമുളകും മാത്രം ചേർത്താണ്. സാധാരണ ചെറിയ ഉള്ളിയാണ് നമ്മൾ തീയൽ വയ്ക്കുന്നത്. ഇന്ന് ഞാൻ സവാളയും പച്ചമുളകും ചേർത്ത് തീയൽ വയ്ക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും എന്നോട് കാണിച്ച സ്നേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതുപോലെ സഹകരണം, നേരത്തെ കാണിച്ചിരുന്ന സഹകരണം ഇനിയും എനിക്ക് ആവശ്യമാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. സുപ്രിയ പറഞ്ഞിരുന്നു, ഇത്രയുമൊക്കെ ആയില്ലേ അച്ചമ്മേ, ഇത്തിരി വീഡിയോ ദിവസം ഇട്ടുകൂടെ എന്ന്. അങ്ങനെ ഞാൻ തീയൽ റെഡിയാക്കി സവാളയും പച്ചമുളകും അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വരട്ടി വേവിച്ചതിന് ശേഷം ചുവന്നതിന് ശേഷം ഞാൻ വറുത്ത തേങ്ങ അരച്ച അരപ്പ് ചേർത്ത് ഇതാക്കി. ഇത്രയൊക്കെ ഉള്ളുന്നതിൻ്റെ വീഡിയോ. എല്ലാവരും എനിക്ക് സഹകരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.